Welcome all. Uh, Today we will discuss about Fermat's little theorem or Fermat's theorem. Before moving to the result, first we want to prove some lemmas. First one, lemma 7.2. The statement is let P be a prime and A be any integer such that P does not divide A. Then the least residues of the integers a, 2a, 3a, etc. p minus 1 into a modulo p are a permutation of the integers 1, 2, 3, etc. up to p minus 1. That means the lemma states that if P is a prime number such that P does not divide A, then the least residues of the integers, when we consider the least residues of A2, A3, A, etc., P minus 1 into A modulo P, then these are nothing other than um, the least residues 1, 2, 3, etc. up to P minus 1 in some order of least residues modulo P. One, that is 1, 2, 3, etc. up to P minus 1 in some order. അതായത് ഈ ലെമ്മ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത് A2, A3, A, etc. P minus 1 into A എന്നുള്ള എല്ലാ ഇൻറ്റിജേഴ്സ് കൺസിഡർ ചെയ്താലും അതിൻ്റെ എല്ലാം ലീസ്റ്റ് റെസിഡ്യൂസ് എന്നുള്ളത് പിയുടെ ലീസ്റ്റ് റെസിഡ്യൂസ് തന്നെ ആയിരിക്കും. അതായത് 1, 2 പിയുടെ ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് മോഡുലോ പിയിൽ ഒരു ഇൻറ്റിജറിനെ നമ്മൾ മോഡുലോ പിയിൽ കാണുമ്പോൾ അതായത് പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാവുന്ന റിമൈൻഡേഴ്സ് ആണ് അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ്. അതായത് 1, 2, 3 എക്സെട്ര അപ് ടു പി മൈനസ് 1. അപ്പോൾ മോഡുലോ പിയിലുള്ള ലീസ്റ്റ് റെസിഡ്യൂസ് ഏതാണോ അത് തന്നെ എയുടെ ലീസ്റ്റ് റെസിഡ്യൂസ് എന്താണോ അത് തന്നെയായിരിക്കും എന്റെ 1 ടു പി മൈനസ് 1 വരെയുള്ള എല്ലാ മൾട്ടിപ്പിൾസിനും വരുന്നത്. ഓക്കെ, permutation of the integers 1, 2, 3, etc. up to p minus 1. That means these are congruent to a is congruent to one of these least residues and 2a is congruent to one of these least residues, etc. p minus 1 into a is congruent to at least exactly one of the least residues. നമുക്കറിയില്ല ഏതിനോടാണ്, അതായത് എ കോൺഗ്രുവൻറ്റ് ടു 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, 2a കോൺഗ്രുവൻറ്റ് 2 ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം ഇതിൽ ഏതെങ്കിലും ഒന്നിനോട് എക്സാക്ട്ലി കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതായത് എ എന്നുള്ള ഒരു ഇൻറ്റിജറിന് മോഡുലോ പിയിലുള്ള ലീസ്റ്റ് റെസിഡ്യൂസ് എന്താണോ അത് തന്നെയാണ് എയുടെ 1 ടു പി മൈനസ് 1 വരെയുള്ള എല്ലാ മൾട്ടിപ്പിൾസിനും വരുന്ന ലീസ്റ്റ് റെസിഡ്യൂസ്. അത് ഏത് ഓർഡറിലാണെന്നുള്ളത് നമുക്കറിയില്ല, പക്ഷേ ഇത് തന്നെയാണ് എക്സാക്ട്ലി ദ സെയിം. സോ നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ഏത് മൾട്ടിപ്പിൾ, അതായത് പി മൈനസ് 1 ടു പി മൈനസ് 1 വരെയുള്ള ഏത് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും അത് എന്താണ് മൾട്ടിപ്പിൾ ഓഫ് പി അല്ല എന്ന് പറയണം. ദാറ്റ് മീൻസ് ഐ എ, അതായത് ഐ വാരീസ് ഫ്രം 1 ടു പി മൈനസ് 1, അതായത് എ, 2a, എക്സെട്ര പി മൈനസ് 1 ഇൻറ്റു എ എന്നുള്ള എയുടെ ഏത് മൾട്ടിപ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഐ എ ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. ഐ എ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് പി. That we need to prove first. Then we have to show that the least residues of IA and JA modulo P are distinct if I not equal to J for 1 less than or equal to J less than or equal to P minus 1. That is, if I not equal to J, IJ and JA, sorry, IA and JA have distinct least positive residues, or the least positive residues of IA and JA are incongruent if I and J are distinct. അതായത് ഏത് രണ്ടെണ്ണം കൺസിഡർ ചെയ്താലും ഇതിൽ ഏത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏത് രണ്ട് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും അവയ്ക്കെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ് ഉണ്ടെന്നാണ് പറയേണ്ടത്. അതായത് അതെല്ലാം ഇൻകോൺഗ്രുവൻ്റ് ആണ്. ഐ എ ഈസ് ഇൻകോൺഗ്രുവൻ്റ് ടു ജെ എ എന്ന് പ്രൂവ് ചെയ്യണം. So first we move to the first case. That means we prove that IA is not a multiple of P
for I varies from 1 to p minus 1. For that we use the contradiction method. Suppose IA is congruent to 0 mod p. IA എന്നുള്ളത് congruent to 0 mod p ആണ്. അതായത് ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ എടുത്താൽ അത് അതായത് പിയുടെ എയുടെ ഏതൊരു മൾട്ടിപ്പിൾ 1 to p minus 1 a into a എന്നുള്ള ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ കൺസിഡർ ചെയ്താൽ അതിൽ ഒന്നെങ്കിലും മൾട്ടിപ്പിൾ ഓഫ് പി ആണെന്ന് എടുത്തു. ദാറ്റ് ഈസ് ഐ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി for 1 less than or equal to I less than or equal to p minus 1. അതിൻ്റെ ഇടയിലുള്ള ഏതൊരു ഐക്ക് ഐ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്ന് എടുത്തു. That means by definition of the congruence we have p divides IA. P is a prime number such that p divides IA, and one more thing in the hypothesis we assumed that p does not divide A. So p divides the product I into A and p does not divide A. Then we can apply the Euclid's lemma. So we have p divides A. അല്ലെങ്കിൽ പ്രൈം നമ്പറിന്റെ പ്രോപ്പർട്ടി തന്നെ എടുക്കാം. പി ഡിവൈഡ്സ് എ പ്രോഡക്റ്റ് മീൻസ് ഐദർ പി ഡിവൈഡ്സ് ഐ ഓർ പി ഡിവൈഡ്സ് എ എന്നാണ്. അതിൽ പി ഡസ് നോട്ട് ഡിവൈഡ് എ എന്നുള്ള നമുക്കൊരു ഹൈപ്പോത്തസിസും കൂടിയുണ്ട്. സോ ഒബ്വിയസ്ലി പി ഡിവൈഡ്സ് ഐ എന്ന് വരും. സോ പി ഡിവൈഡ്സ് ഐ. പക്ഷേ ഐയുടെ വാല്യൂ എന്താണ്? ബട്ട് ഐ ഈസ് എ നമ്പർ ബിറ്റ്വീൻ 1 ആൻഡ് പി മൈനസ് 1. അതായത് പിന്നേക്കാളും ചെറിയൊരു നമ്പറാണ് ഐക്ക് പോസിബിൾ ആയിട്ടുള്ളത്. So p does not divide I. So this is impossible. So since I is less than p, therefore IA is not congruent to 0 mod p. So our assumption was wrong. That is IA congruent to 0 mod p was wrong. That means IA is not a multiple of p for 1 less than or equal to I less than or equal to p minus 1. അതായത് a മുതൽ a to a etc. p minus 1 into a കൺസിഡർ ചെയ്താൽ this cannot be written as a multiple of p. ഇതൊന്നും തന്നെ എന്തല്ല പിയുടെ മൾട്ടിപ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? if I not equal to j, then IA is not incongruent to JA. അതായത് ഏത് രണ്ടെണ്ണം എടുത്താലും അതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് മൾട്ടിപ്പിൾ ആണെന്ന് പറയണം അല്ലെ. a to a എന്നുള്ളത് ഏതെടുത്താലും അതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ് for I not equal to j. Or in other words we can see that if the two congruences are equal, ഇപ്പോൾ ഐയും ജെയും ഈക്വൽ ആണെങ്കിൽ ഐ ഈക്വൽ ടു ജെ ആണെന്ന് പ്രൂവ് ചെയ്താലും മതി അല്ലെ. ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻസ് എടുത്താലും ഐയും ജെയും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഏത് രണ്ട് മൾട്ടിപ്പിൾ എടുത്താലും അത് ഡിസ്റ്റിങ്ക്റ്റ് ഇൻകോൺഗ്രുവൻ്റ് ആണെന്നാണ് നമുക്ക് പറയേണ്ടത്. സോ IA, suppose that IA is congruent to JA mod P. നമ്മൾ കോൺഗ്രുവൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഏതെങ്കിലും രണ്ടെണ്ണം, അതായത് ഐയുടെയും ജെയുടെയും വാല്യൂ എങ്ങനെയാണ് 1 to p minus 1ന്റെ ഇടയിലാണ്, 1 including 1 and p minus 1. And we know one more condition that consider the congruence IA is congruent to JA mod P. Here A is the common factor in both sides. And we know that JP does not divide A. That means GCD of A comma P equal to 1. Then we can apply the cancellation property of multiplication for congruences. That is, if AC congruent to BC modulo M and such that C comma GCD of C comma M equal to 1, we have A congruent to B modulo M. So we can cancel the common factor. So using this, since P does not divide A, we can write I is congruent to J modulo P. So modulo P le I യും J യും equal ആണ്. That means IA equal to JA under modulo P. That means both I and J are congruent എന്ന് പറഞ്ഞു. But both I and J are, ഇനി I യും J യും ഒക്കെ എന്താണ്? മോഡുലോ പിയിലുള്ള ലീസ്റ്റ് റെസിഡ്യൂസ് ആണ്. ആൻഡ് ലീസ്റ്റ് റെസിഡ്യൂസ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ഐ മസ്റ്റ് ബി ഈക്വൽ ടു, ഐ രണ്ടെണ്ണം കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞാൽ they must be equal. So we have I is equal to J. Thus if IA congruent to JA modulo P were 1 less than or equal to I comma J less than or equal to P minus 1, we obtained I equal to J. That means no two least residues of P1A, 2A, etc. P minus 1
into A are congruent modulo P. അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് ഒന്നും തന്നെ കോൺഗ്രുവൻ്റ് അല്ല. അപ്പോൾ പിന്നെ ഇതിന് വരാവുന്ന ലീസ്റ്റ് റെസിഡ്യൂസ് എന്തൊക്കെയാണ്? 1 2 3 എക്സെട്ര P-1 എന്നുള്ളതാണ്. അത് ഇൻ സം ഓർഡർ. So this is about the lemma which is needed for proving the Fermat's Little theorem. Now we state the Fermat's Little theorem, which is also known as Fermat's theorem. So it's a very famous theorem, and we use there are so many applications for Fermat's Little theorem. The statement is, let P be a prime and A be any integer such that P does not divide A. P does not divide A. So keep this relation in mind. There is one condition that P be a prime and P does not divide A. Then we have A raised to P-1 is congruent to 1 modulo P. So in finding the in the problems to find the remainder obtained when a large number product power is divided by some prime number, we can use this Fermat's theorem, because it gives that the P-1 the power of A must be congruent to 1. So we can take any higher power of A. So once we know this, that we know that P-1 the power is congruent to 1, then we can make the higher powers. Simply calculate the remainder obtained. So the statement is, once again I will state the statement. Let P be a prime and A be any integer such that P does not divide A. Then A raised to P-1 congruent to 1 modulo P. Okay. So by lemma 7.2 we have the least residues of the integers A to A etc. P-1 A modulo P are the same as the least positive residues 1 2 3 etc. P-1 in some order. So their products are congruent modulo P, isn't it? That means A is congruent to one of these least positive residues modulo P and 2A, like that. So when we consider all these numbers and take the product, this will be congruent to the product of 1 into 2 into 3 into etc. into P-1 modulo P. So we write like this: A into 2A into etc. into P-1 into A is congruent to 1 into 2 into 3 into etc. into P-1 modulo P by the multiplication rule of congruences. Applying the multiplication rule for finite case. Now here we have the power A repeats P-1 times. That means A raised to P-1 power will be there. Then 1 into 2 into etc. P-1. And in the right side also the same. That is P-1 factorial mod P. Now again we have A raised to P-1 into P-1 factorial is congruent to P-1 factorial modulo P. And we know that P-1 factorial comma P, the GCD is 1 itself. So we can cancel that term. So we will obtain the required congruence. A raised to P-1 is congruent to 1 modulo P. So this is the required theorem. Now we will illustrate the proof by an example by taking P equal to 7 and A equal to 12. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? P equal to 7 ഉം A equal to 12 എന്ന് എടുക്കുന്നു. ലെമ്മ എന്താണ് പറയുന്നത്? പിന്നെ 1 into 12, 2 into 12, അതായത് 12ന്റെ ലീസ്റ്റ് പോസിറ്റീവ് 7ന്റെ 12നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് ഏതൊക്കെയാണ്? പോസിറ്റീവ് റെസിഡ്യൂസ് ആയതുകൊണ്ട് തന്നെ 0 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. 1 2 3 എക്സെട്ര അപ് ടു P-1 ദാറ്റ് ഈസ് 6 വരെയുള്ളതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എയുടെ ഈ ഇത്രയും മൾട്ടിപ്പിൾസ് കാണുക. അതായത് 12, 1 into 12, 2 into 12, 3 into 12, 4 into 12, 5 into 12, 6 into 12. ഇത്രയും മൾട്ടിപ്പിൾസ് A2, A3A എക്സെട്ര P-1 into A. ഈ ലെമ്മ പറയുന്നത് എന്താണ്? ഓൾ ദീസ് മൾട്ടിപ്പിൾസ് ഹാവ് ദ സെയിം ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് മോഡുലോ P. ഇതെല്ലാം എന്തിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആണ്?
പിയുടെ എയുടെ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസിനോട് കോൺഗ്രുവൻ്റ് ആണ്. അതായത് 1 into 12 എന്നുള്ളത് അതുപോലെ ഈ പറഞ്ഞ എല്ലാ മൾട്ടിപ്പിൾസും 1, 2, 3 എക്സെട്ര അപ് ടു 6 വരെയുള്ളതിനോട് കോൺഗ്രുവൻ്റ് ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളത്, അതായത് 1 into 12 ഏതിനോടാണ് കോൺഗ്രുവൻ്റ് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇത് നമുക്ക് ഓൾറെഡി ഇവിടെ ഫിക്സഡ് നമ്പർ ഉള്ളത് കൊണ്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇനി കൺസിഡർ ചെയ്യാണ് 1 into 12 ഏത് നമ്പറിനോടാണ് കോൺഗ്രുവൻ്റ് ഉള്ളത്, 1 to 6 ഏത് നമ്പറിനോടാണ് കറക്റ്റ് ആയിട്ട് കോൺഗ്രുവൻ്റ് ഉള്ളത് നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം 1 into 12 ദാറ്റ് ഈസ് 12 minus 7 കൺസിഡർ ചെയ്താൽ 12 minus 5 എടുത്തു കഴിഞ്ഞാൽ 7 ആണ്. 7 is a multiple of 7. So 7 divides 12 minus 5. So we can say that 1 into 12 is congruent to 5 modulo 7. ഇനി 2 into 12 എടുക്കുക. 2 into 12 മീൻസ് എത്രയാണ്, 24 ആണ്. 24ൽ 21 multiple of 7 ആണ്. So 24 minus 3. So 24 must be congruent to 3 modulo 7 ആയിരിക്കും. Then 3 into 12. 3 into 12 is 36. 36ന് 35 multiple of 7 ആണ്. So 36 is congruent to 3 into 12 congruent to 1 modulo 7. Now 4 into 12 is 48. 42 is there. So 4 into 12 is congruent to 6 modulo 7. Now 5 into 12 is 60, which is congruent to 4. Yeah, 56 is there. So 4 modulo 7. Then 6 into 12 is 72. 72 is congruent to 2 modulo 7. Now you can see that 1a, 2a, 3a, etc. 6a are congruent to the least positive residues 1, 2, 3, etc. Up to 6 in some order. 1 into 12 എന്നുള്ളത് 1നോടല്ല കോൺഗ്രുവൻ്റ് ആയിട്ടുള്ളത്, 5നോടാണ്. അതായത് ഇൻ ടോട്ടൽ എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പം ഈ 1 to 5 വരെയുള്ള ഈ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് 1 to 6 വരെയുള്ള ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസിനോട് തന്നെയാണ് ഇതും കോൺഗ്രുവൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതാണ് നമുക്ക് ആ ലെമ്മ കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫെർമാറ്റ് തിയറത്തിന്റെ പ്രൂഫിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്, ഈ എല്ലാ മൾട്ടിപ്പിൾസും എടുത്തു. അതായത് എല്ലാ മൾട്ടിപ്പിൾസിന്റെയും പ്രൊഡക്റ്റ് എടുത്തു. അതായത് 1 into 12, 2 into 12 ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കോൺഗ്രുവൻസസും മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് നമുക്കറിയാം വേണ്ട കോൺഗ്രുവൻസ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും വരിക, 1 into 12, 2 into 12, etc. 6 into 12 is congruent to റൈറ്റ് സൈഡിൽ എന്ത് വരും, 5 into 3 into 1 into 6 into 4 into 2. That is 1, 2, 3, 4, 5, 6 modulo 7. This is 6 factorial, and this is of this we can take 12 raised to 12 എത്ര ടൈംസ് ഉണ്ടാവും, 6 times 12 ഉണ്ട്. So 12 repeats 6 times. So 12 raised to 6 into 6 factorial is congruent to 6 factorial. And we know 6 factorial comma GCD of 6 factorial comma 7 is 1. So we can cancel that 6 factorial and we have 12 raised to 6 is congruent to 1 modulo 7. So 12 raised to 7 minus 1 is congruent to 1 modulo 7. Actually we used this method for proving the Fermat's Little theorem. It is also known as FLT, Fermat's Little theorem or Fermat's theorem. Now we can, as we already told, this can be very useful for finding the remainder type problems when a number raised to higher power is considered and it is divided by some prime number. So first example, find the remainder when 24 raised to 1947 is divided by 17. We know 17 is a prime. Fermat Little theorem is applicable to prime numbers, and one more thing we have to keep in mind that the prime does not divide the integer a. So here instead of a, here we have 24 and p is 17, which is a prime number, and consider the GCD of 17 comma 24. We know that it is 1. So p does not divide a. So all the conditions for Fermat's Little theorem is satisfied. So we can apply the Fermat's theorem. So before finding the 1947th root, we can say that power. We can say that by Fermat's Little theorem, 24 raised to how much, 17 minus 1, that is 16, is congruent to 1 modulo 7. So 24 raised to 16 is congruent to 1 modulo 17, and keep it as equation number 1. Now in order to find 1947, we can first write 1947 in terms of 16.
by division algorithm. So when we divide 1947 by 16, we have the quotient is 121 and the remainder is 11, or 1947 is equal to 16 into 121 plus 11. So we can take we know if A congruent to B mod B mod M, then A raised to N congruent to B raised to N modulo M. The high powers also have the same congruence, are also congruent. So using that idea, we can power the 121th power. So this will be also congruent to 1 modulo 17. That is equation number 2. Then now we have to get 11th power. So we multiply this with 24 raised to 11. So we have 24 raised to 1947 is congruent to 24 raised to 11 modulo 17. So now we will want to calculate this power 24 raised to 11. We know that 24 is congruent to 7. 7 modulo 17, isn't it? So 24 raised to 11 will be 7 raised to 11 modulo 17. Now we know 7 square is 30, 7 square is 49 and 17 into 3 is 51. So 7 square is congruent to minus 2. We have to reduce the powers. So 7 square is congruent to minus 2. So 7 raised to 11 we need to find. So 7 raised to 10 will be congruent to minus 2 raised to 5. That is minus 32. Minus 32 minus 32 modulo 17, and we know minus 34 is a multiple of 17. So minus 32 is congruent to 2 modulo 17. So we can write it as, in total we can write 7 raised to 10 is congruent to 2 modulo 17, that we will get. Now 7 raised to 11 means we have to multiply this congruence by 7. Then we have 7 raised to 11 congruent to 2 into 7, that is 14. 14 modulo 7. So we have in total, substituting this in equation number 3, we have 24 raised to 1947 congruent to 14 modulo 17. Thus 14 is the remainder obtained when that number is divided by 17. So there is one note. By Fermat's theorem, we have a raised to p minus 1 congruent to 1 modulo p, or p divides a raised to p minus 1 minus 1, or a raised to p minus 1 by p is an integer. So we can say that a raised to p minus 1 by p is an integer if p does not divides a. Now, example 7.6. Find the primes p for which 2 raised to p minus 1 by p is a square. So, we have to find the primes p for which 2 raised to p minus 1 by p is a square. That is, suppose 2 raised to p minus 1 by p minus 1 minus 1 by p is equal to n square. This is n square. So we can write 2 raised to p minus 1 is equal to n square p. N square into p. Since 2 raised to p minus 1 is an odd number, we have the product n square p is odd, which implies both p and n square must be odd. So since p is odd, we can write p as some 2k plus 1 for some positive integer k. So p is equal to 2k plus 1. So 2 raised to p minus 1 will be 2 raised to 2k minus 1. So 2 raised to 2k minus 1, we can write it as n square p. Now 2 raised to 2k minus 1 is of the form a square minus b square. So factorizing that, we have 2 raised to k minus 1 into 2 raised to k plus 1 equal to the product n square into p. Now consider the numbers 2 raised to k minus 1 and 2 raised to k plus 1. Both are consecutive odd integers, and so they are relatively prime. So both are odd integers which are relatively prime, consecutive odd integers, they are relatively prime.
and consequently this equal to n square into p means either one of them must be a perfect square. So 2 raised either 2 raised to k minus 1 or 2 raised to k plus 1 must be a perfect square. Now first we suppose 2 raised to k minus 1 is a perfect square. Say this is equal to r square. So 2 raised to k is equal to r square plus 1. Now we have written p as 2k plus 1. So k is equal to p minus 1 by 2. So we have 2 raised to p minus 1 by 2 equal to r square plus 1, or 2 raised to p minus 1 is equal to r square plus 1 whole square. Now since r is greater than or equal to 1 and it is odd, we can write r as 2i plus 1 for some integer I greater than or equal to 0. So 2 raised to k is equal to 2i plus 1 whole square plus 1, which is equal to 2 into 2i square plus 2i plus 1, and this will be possible only if I is equal to 0. So we can have this equation only if I equal to 0. That means when I equal to 0, we have r is equal to 1. Thus r equal to 1. So substitute that in the equation. Respective equation, 2 raised to p minus 1 equal to r square plus 1 whole square. So r equal to 1 means 2 raised to p minus 1 is equal to 2 square, that is 4. So p minus 1 is equal to 2, or we have p is equal to 3. So one possibility is p equal to 3. Now consider the factor 2 raised to k plus 1 equal to some perfect square. So if 2 raised to k plus 1 is a perfect square, let it be s square. Then we have 2 raised to p minus 1 is equal to s minus 1 whole square plus s into s plus 1 the whole square. Now s is, we know it is greater than or equal to 3, since we have taken 2 raised to k plus 1 as s square. So we have s is greater than or equal to 3 and s is odd. We have s is equal to some 2i plus 1 where I greater than or equal to 1. So again write 2 raised to k. 2 raised to k, we have 4i into I plus 1. We can write it as 4i into I plus 1. So 2 raised to k minus 2 is 2i into I plus 1. So this is for I is 1 to 3 etc. So this will be 1 into 2 or 2 into 3 like that. And 2 raised to this k minus 1, this will be written as, or I into I plus 1 can be written as a power of 2 or 2 raised to k minus 2. This is possible only if I is equal to 1. Otherwise, we can't write the whole thing as a power of 2. So this equation holds only if I equal to 1. So I equal to 1 means S equal to 3. So we have 2 raised to p minus 1 is equal to s minus 1 whole square, that is 2 square, into s plus 1 whole square, that is 4 square, or 2 raised to 6. P minus 1 is equal to 6, that means p is equal to 7. So the only possibilities for p are 3 or 7. That means 2 raised to p minus 1 by p is a square only if p equal to 3 or 7. Okay, so this about the Fermat's theorem. It's related application or related some problems. Now there are some more applications for Fermat's little theorem that we will discuss in the next video. Okay, let's stop here. Thank you. Thank you all.